ഹലോ, അസ്സാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മട്ടൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സായ കൂട്ടുകാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവണ രീതിയിലാണ് ഞാനിന്ന് മട്ടൻ കറി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ റിക്വസ്റ്റ് ചെയ്തിരുന്ന റെസിപ്പിയാണ് മട്ടൻ കറി വെക്കണം, മട്ടന് ഗ്രേവി ആയിട്ടുള്ള ടൈപ്പ് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്ന് ഞാനിത് മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ഒട്ടും ഫ്ലോപ്പ് ആവാത്ത നല്ല ധൈര്യത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഇട്ടത്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ പറയലുണ്ട് മട്ടന് വെന്ത് കിട്ടാറില്ല എങ്ങനെ വേവിച്ചാലും കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ട്രിക്സ് ഞാനതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ എല്ലാവരും ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൊടികളും ഉള്ളി ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മട്ടൺ നല്ലോണം കഴുകിയിട്ട് വൃത്തിയാക്കണം കേട്ടോ. മട്ടന് കഴുകുമ്പോൾ ഒരുപാട് പ്രാവശ്യം കഴുകണം, ഒരു സ്മെല്ല് ഉണ്ട് മട്ടന്. അപ്പോൾ അതൊന്ന് നല്ലോണം പോയി കിട്ടണവരെ കഴുകണം കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ കഴുകുമ്പോൾ കുറച്ച് അരിപ്പൊടി വിനാഗിരിയും കൂടി ചേർത്തിട്ട് നല്ലോണം തേച്ച് കഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ മട്ടന് വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനതൊരു കുക്കർ അടുപ്പത്ത് വെച്ചെടുത്തിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 നുള്ളു ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഏലക്കായ് ചതച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ 2 സവാള നേരിയതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-20 കുഞ്ഞുള്ളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുള്ളി എന്തായാലും ചെറിയ ഉള്ളി എന്തായാലും നമ്മൾ ബീഫായാലും മട്ടനായാലും ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ബീഫിനും മട്ടനൊക്കെ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കൊടുക്കുന്നത് പിന്നെ ഒരു പരിധി വരെ ഈ ചെറിയ ഉള്ളിയാണ് കേട്ടോ നമ്മൾ കറി വെക്കുമ്പോഴൊക്കെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും സവാള ഒഴിവാക്കിയാലും ചെറിയ ഉള്ളി ഒഴിവാക്കരുത്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. വഴറ്റി കൊടുക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് വഴറ്റി കളിക്കൊന്നും വേണ്ട. നമ്മൾ കുക്കറിലല്ലേ വെക്കണത്. അപ്പോൾ അതിൽ തന്നെ നല്ലോണം വഴണ്ടി വരും കേട്ടോ. അപ്പോൾ എന്നാലും നമ്മൾ ഒന്നും കിട്ടാൻ പച്ച ഒരു ഇതൊക്കെ ഉണ്ടാവില്ല, അതൊന്ന് മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് ഉപ്പൊന്നും വഴറ്റുമ്പോൾ ഇടലില്ല, അല്ലാന്നുണ്ടെങ്കിൽ തീരെ ഇടലില്ല കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഒരുപാട് സമയമൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇങ്ങനെ തന്നെ വഴറ്റിയെടുത്താൽ മതി കേട്ടോ, ഉപ്പൊന്നും ഇട്ട് കൊടുക്കാതെ. പിന്നെ അതിലേക്ക് ഞാൻ ഒരു കുട വെളുത്തുള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് വരാൻ ഇട്ട് കൊടുക്കുന്നതാണ് ഒരു പിടി മല്ലിൻ്റെ ഇല കേട്ടോ. അതിട്ടിട്ട് വഴറ്റി കൊടുക്കണം. ലാസ്റ്റല്ല നമ്മളിതിൽ മട്ടൻ കറിയിൽ പിന്നെ മല്ലിൻ്റെ ഇല ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു ടൈമിലാണ് കേട്ടോ മല്ലിൻ്റെ ഇല ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ലോണം വഴറ്റിയിട്ട് മിക്സ് ചെയ്യട്ടെ. പിന്നെ ലാസ്റ്റ് ഒന്നും നമ്മൾ മല്ലിൻ്റെ ഇല ചേർക്കുകയേ ചെയ്യരുത്, കരിവേപ്പിൻ്റെ ഇല മാത്രം ചേർത്ത് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഇതേപോലെ ഒന്ന് വഴറ്റി എടുക്കുകയാണ് കേട്ടോ മല്ലിൻ്റെ ഇല. എന്നാലേ ആ എല്ലാത്തേക്കും അതിൻ്റെ നല്ലൊരു മണം വരും കേട്ടോ. മണമല്ല ടേസ്റ്റും വരും കേട്ടോ. എന്നിട്ട് അതൊന്ന് വഴറ്റി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ എന്നുള്ളത് 1/2 ടേബിൾ സ്പൂണൊക്കെ ആക്കി കൊടുക്കട്ടോ. പിന്നെ ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മട്ടന് വാങ്ങുമ്പോൾ നല്ല എല്ലും നെയ്യും ഒക്കെ ഉള്ള മട്ടന് നോക്കി വാങ്ങുക. ഇതിപ്പോൾ നമുക്ക് ഒന്നുതന്നെ പിന്നെ ഇറച്ചി കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ നല്ല നെയ്യും എല്ലും ഒക്കെ ഉള്ള നല്ല മട്ടൻ തന്നെയാണ്, ഇളയ മട്ടനാണ്, പെട്ടെന്ന് വെന്ത് കിട്ടണ മട്ടനാണ് കേട്ടോ. അപ്പോൾ അതാ പിന്നെ അതിലേക്ക് നല്ല പഴുത്തിട്ടുള്ള തക്കാളി 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വലുതല്ല, നല്ല വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു മീഡിയം സൈസ് തക്കാളിയാണ്. അപ്പോൾ ഒരു 2 എണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതും ഒരുപാട് അങ്ങോട്ട് വഴറ്റി നമ്മൾ തക്കാളി ഉടഞ്ഞ് കിട്ടുന്നത് വരെ നിൽക്കൊന്നും വേണ്ട.
നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ ശേഷമാണ് നമ്മൾ മട്ടൻ ഇട്ടിട്ടും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാനുള്ളതാണ്. പിന്നെ മട്ടന് പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടൂല, എത്ര വേവിച്ചാലും കല്ല് മാതിരി തന്നെ ഇരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വേവിക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ മട്ടൻ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ തൊട്ടാൽ തന്നെ ഇങ്ങനെ അലിഞ്ഞ് പോണ രീതിയിൽ വെന്ത് കിട്ടും കേട്ടോ. അത് മട്ടനായാലും ബീഫായാലും ഒക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും കുക്ക് ചെയ്യരുത്. കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ നല്ല രീതിയിൽ നമുക്ക് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിസിലടിച്ച് അങ്ങോട്ട് പോകാമെന്നല്ലാതെ അതിലത്തെ വെള്ളം വറ്റിപ്പോവും, അടി പിടിക്കുകയും ചെയ്യും, ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബീഫൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും കേട്ടോ. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ. ഞാൻ ആദ്യം ഒരു അര സ്പൂണോളം പൊടിയുപ്പാണ് ഇട്ടത്. പിന്നെ ഞാൻ ബീഫൊക്കെ ഇട്ട് കൊടുത്തത് കല്ലുപ്പാണ്. ബീഫ് അല്ല കേട്ടോ, മട്ടന് ആട്ടിറച്ചിയാണ്. മട്ടൻക്ക് ഇട്ട് കൊടുത്തത് കല്ലുപ്പാണ് കേട്ടോ. നമ്മളെപ്പോഴും ഉണ്ടാക്കൽ ബീഫല്ല, അതുകൊണ്ടാണ് വായിൽ ബീഫ് എന്ന് വരുന്നത്. മട്ടനാണ് കേട്ടോ. അപ്പം ഞാനും ബീഫ് എന്ന് വിചാരിക്കേണ്ട, മട്ടനാണ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പോൾ ഇത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒന്നിങ്ങനെ ടേസ്റ്റൊക്കെ നോക്കണം കേട്ടോ. ഉപ്പ് പാകമാണോ, പുളി പാകമാണോ, പിന്നെ മസാലയിൽ എന്തിനെങ്കിലും കുറവുണ്ടോയെന്നൊക്കെ ചോദിക്കുക. പിന്നെ നമ്മളിത് ഗ്രേവി ടൈപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്, ഞാൻ ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഇപ്പോൾ ബിഗിനേഴ്സായ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കപ്പിൽ അളന്ന് കാണിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈമൊക്കെ പിന്നെ കുക്ക് ചെയ്ത് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര വെള്ളം ഒഴിക്കണം, എങ്ങനെ വെള്ളം ഒഴിക്കണം എന്നൊന്നും അറിയില്ല. അപ്പോൾ അതാ ചുടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 1.25 കപ്പ് ചുടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ 1/4 കപ്പും കൂടി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്ത്. ഇതാ നമ്മൾ പിന്നെ ഇറച്ചി മേലെയാണ് നിൽക്കുന്നത്, വെള്ളം അടിയിലാണ് കേട്ടോ നിൽക്കുന്നത്. ആ ഒരു പാകത്തിലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി പരിചയമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുക്കിംഗ് പഠിക്കുന്നവർക്കും പിന്നെ ഗൾഫിലൊക്കെ ഉള്ള നമ്മളെ പ്രവാസി കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഞാനിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ 4 വിസിൽ അടിച്ച്, പിന്നെ അതിൻ്റെ വിസിലൊക്കെ താനേ പോകണം കേട്ടോ. നമ്മൾ ധൃതി വെച്ചിട്ട് നമ്മൾ തുറന്ന് വിടരുത്. താനേ പോയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയാൽ ഇതാ നല്ല മണം വരും കേട്ടോ. നല്ല അടിപൊളി മണം വരും. നമ്മളെ ബീഫൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ എനിക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടീൻ്റെ എരിവ് വേണമെന്ന് തോന്നിയപ്പോൾ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ചും കൂടി കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി കൂടി എനിക്കൊന്ന് വറ്റിച്ചെടുക്കണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നെയ്യൊക്കെ നല്ലോണം നമ്മളെ വക്കത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ അങ്ങനത്തെ പിന്നെ മട്ടനാട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ കണ്ടില്ലേ നമ്മളാ പിന്നെ എല്ലുമെന്നൊക്കെ ഇങ്ങനെ വേറിട്ട് വരുന്ന ആ ഒരു ടെക്സ്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലോണം മട്ടന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. മട്ടൻ കറി ആയാലും ഗ്രേവി ആയാലും ഒക്കെ ഉണ്ടാക്കാനും. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. എനിക്കിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ചോറുക്കും നമ്മളെ അപ്പത്തേക്കും എന്താ പറയുക പൊറാട്ടയ്ക്കും എന്തിക്കും നെയ്ച്ചോറുക്കൊക്കെ എന്താ പറയുക ബെസ്റ്റ് ഐറ്റംസാണ്. അപ്പോൾ എന്തിനോട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കട്ടെ. ഇപ്പോൾ ക്രിസ്മസൊക്കെ അല്ലേ വരണത്, അപ്പോൾ അപ്പത്തേക്കൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെല്ലാവരും ഫീഡ്ബാക്കും അറിയിക്കണം. അപ്പോൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാ കൂട്ടുകാരും ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മളെ വീഡിയോ മുന്നോട്ട് പോവുള്ളൂ കേട്ടോ. നിങ്ങളെ ലൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളെപ്പോലെ ബിഗിനേഴ്സായ ഒരുപാട് കൂട്ടുകാരുണ്ടാവുമല്ലോ, ഇത് ഉണ്ടാക്കാനൊക്കെ അറിയാത്ത എന്താ ചെയ്യാന്നുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് നമ്മളെ വീഡിയോ വിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാനിതിങ്ങനെ ബീഫ് എന്ന് പറഞ്ഞ മട്ടന് കയ്യിലെടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എത്രമാത്രം സോഫ്റ്റായിട്ടാണ് നമ്മൾ മട്ടന് വെന്ത് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാവും. ഇതങ്ങനെ തൊടുമ്പോത്തിന് തന്നെ ഇങ്ങനെ നമ്മൾ കയ്യിലിങ്ങനെ പൂരണ സൈസ്, വായിലിട്ടാലൊക്കെ ഇങ്ങനെ അലിഞ്ഞ് പോണ സൈസ് മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാത്തിതോർ.